ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പാലക്കാടൻ വ്യൂസ് എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പാലക്കാടിൻ്റെ തനതായ ഒരു ഭംഗി കാണിക്കുന്ന കുറച്ച് ഗ്രാമപ്രദേശങ്ങളും കുറച്ച് സ്ഥലങ്ങളുമാണ് ഇന്ന് കാണാൻ പോകുന്നത്. ഏറ്റവും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്ഥലം തന്നെയാണ് നമ്മുടെ കോട്ടയക്കുളം പാലം. നെന്മാറ റൂട്ട് പോണ ആ ഭാഗത്തിൽ വരുന്നൊരു പാലമാണ് കോട്ടയക്കുളം എന്ന്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണല്ലോ നല്ല അടിപൊളിയായിട്ട് കൊച്ചു ഗ്രാമങ്ങളും നല്ല മലനിരകളും മാനമുട്ട നിൽക്കുന്ന പനകളും അങ്ങനെയുള്ള കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമുള്ളതല്ലേ. അങ്ങനെയുള്ള വഴി കൂടി നമ്മൾ ഇന്ന് പോകുന്നത്. ഓരോ ജില്ലയ്ക്കും അതിൻ്റെ ഭംഗി നൽകുന്ന അവിടുത്തെ സ്ഥലങ്ങൾ തന്നെയാണ്. ശരിക്കും നമുക്കും അതിൻ്റെ നമ്മുടെ സ്ഥലങ്ങൾ തന്നെയാണ് നമ്മുടെ പാലക്കാടിൻ്റെ വിജയം. ഈ പച്ച പർവ്വതാനി വിരിച്ചിടക്കുന്ന പാടശേഖരങ്ങളും നല്ല അടിപൊളി തല പൊക്കി നിൽക്കുന്ന പനകളും അടിപൊളി തന്നെയാണ് ശരിക്കും. ഈ റോഡ് വന്നിട്ട് വീഴുമലിൻ്റെ താഴെ കൂടെ പോകുന്ന റോഡാണ്. ഈ സൈഡ് മൊത്തം വീഴുമലയാണ്. അടിപൊളി. ഹനുമാൻ്റെ കയ്യിൽ നിന്ന് ചെറുതായി മുറിഞ്ഞു പോയ ഒരു ഭാഗം തന്നെയാണ് ഈ വീഴുമല എന്ന് അറിയപ്പെട്ടത്. നമ്മുടെ ശബരിദ ട്രാവൽ ആളുടെ വീഡിയോയിൽ ഫുള്ളായിട്ട് അത് കവർ ചെയ്തിട്ടുണ്ട്, ആ മൊത്തം പിക്ചറും. ശരിക്കും പറഞ്ഞാൽ കാണാൻ തന്നെ നല്ല ഭംഗിയുള്ളതാണ്. ശരിക്കും എല്ലാവർക്കും കണ്ടാലും മതി വരാത്ത ഒരു സ്ഥലം തന്നെയാണ്. ഇപ്പം നിങ്ങളെല്ലാവിടെയും പോയിട്ടുണ്ടാവും. ഇടുക്കി, പത്തനംതിട്ട, വയനാട് എല്ലാ ഭാഗങ്ങളും പോയിട്ടുണ്ടാവും. പക്ഷേ പാലക്കാട് ഈ സ്ഥലങ്ങളൊന്നും കണ്ടിട്ടുണ്ടാവില്ല ഏറ്റവും കൂടുതൽ. ബാക്കി അറിയപ്പെടുന്ന സ്ഥലങ്ങൾ മാത്രമേ എല്ലാവരും കൂടുതലും പോയി കാണുള്ളൂ. ഉള്ള ഏരിയകളിലേക്ക് വന്നാലാണ് ഇങ്ങനെയുള്ള ഒരു ഭംഗി കാഴ്ചകൾ ശരിക്കും കാണാൻ പറ്റുള്ളൂ. നമ്മൾ നേരിട്ട് വന്ന് കാണുക തന്നെ ചെയ്യണം. അപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് കോട്ടയക്കുളം പാലം കാണാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മുടെ കോട്ടയക്കുളം പാലത്തിലേക്കുള്ള സ്റ്റെപ്പ്. നെന്മാറ ചിറ്റലഞ്ചേരി പോകുന്ന ആ ഒരു ജംഗ്ഷൻ തന്നെയാണ് ഈ കോട്ടയക്കുളം പറയുന്നത്. ഇവിടെ നിന്ന് രണ്ട് സൈഡിൽ നിന്നും ഒന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് നെന്മാറയ്ക്കും റൈറ്റ് സൈഡിലേക്ക് ചിറ്റലഞ്ചേരിക്കും പോകുന്ന റോഡ് തന്നെയാണ് താഴെ കൂടെ പോകുന്നത്. ഈ പാലം പറയുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പഴക്കമുള്ള പാലമാണ്. മലമ്പുഴയിൽ നിന്ന് വെള്ളം എല്ലാ സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാലം കൂടി തന്നെയാണ്. വേനൽക്കാലത്ത് ശരിക്കും കൃഷി ആവശ്യങ്ങൾക്കും മറ്റാവശ്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഈ വെള്ളം ശരിക്കും തരും. മലമ്പുഴ ഡാമിൽ നിന്നാണ് ഈ വെള്ളം വരുന്നത്. നിങ്ങൾ പാലക്കാട് ട്രിപ്പ് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഉള്ള ഏരിയയിലുള്ള സ്ഥലങ്ങൾ കാണാൻ കൂടുതലും ശ്രമിക്കുന്നു. ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇതുപോലെ. ഇത് മാത്രമല്ല, ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും കാണാനുണ്ട്. ഞാൻ പറഞ്ഞ അമ്പലം ഇതാണ്,
കോട്ടയക്കുളം. ശരിക്കും ആ കുളം ഉള്ളത് കൊണ്ട് തന്നെയാണ് കോട്ടയക്കുളം എന്ന പേര് വേണത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ സപ്പോർട്ടും കൂടി ചെയ്യണം. സപ്പോർട്ട് പൊതുവെ കുറവാണ്, ആരുടെയും സപ്പോർട്ട് അധികം ഇല്ല. എന്നാലും കൂടുതൽ സപ്പോർട്ട് ചെയ്യണം. നമ്മൾ കൂടുതലും കാഴ്ചകളും ഫുഡുകളായിട്ടുള്ള വീഡിയോ ആണ് കൂടുതലും യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് തന്നെ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ട് കൂടുതൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് എന്തായാലും അടുത്ത ആഴ്ച കാണാം. ബൈ.